ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതാണ് ഞാൻ ഡേറ്റും ടൈമും ഒക്കെ ഇതിൽ വെച്ചിട്ടുള്ളത് തുടക്കം തന്നെ. സോ ഞാൻ രാവിലെ എണീറ്റതും കണ്ടത് ഇന്ന് സ്നോഫോളാണ്. സോ ലണ്ടനിലെ ഈ വർഷത്തെ ഫസ്റ്റ് സ്നോഫോളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒപ്പം. ഇതൊന്നും എനിക്കൊരു സ്പെഷ്യൽ വീഡിയോ ആവാൻ കാരണം ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്, നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ. സോ രാവിലെ എണീറ്റൊരു സ്നോഫോളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ബ്ലസ്ഡ് ഫീലിംഗ് ആണെന്ന് തോന്നിയത്. പ്ലസ് എൻ്റെ ഗ്രാജുവേഷനും കൂടെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. സോ സ്നോഫോളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ കേംബ്രിഡ്ജിലേക്കാണ് പോകുന്നത്, കാരണം എൻ്റെ യൂണിവേഴ്സിറ്റി ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയാണ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Hello guys, welcome back to Jabbu and Ju. So today is a special day actually. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് സത്യം. ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ആണ്. സോ നമ്മൾ കേംബ്രിഡ്ജിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ കിങ് ക്രോസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്, കാരണം ക്രിസ്മസ് ആവാറായി. സോ ഞാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാട്ടെ, ക്രിസ്മസ് ട്രീൻ്റെ. ഫസ്റ്റ് ഒരു കോഫി ഇന്ന് ഫീൽ ഇല്ല ഗൈസ്. നമ്മളിന്ന് നിറയിലോട്ട് പോവാം, കഫേ നീരയിലോട്ട് പോവുകയാണ്. സോ നമ്മൾ അവിടെ നിന്ന് ഒരു കോഫി ഹോട്ട് ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചിട്ട് ട്രെയിൻ വരാൻ സമയം ഓൾറെഡി 2 ട്രെയിൻ ക്യാൻസലായി ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടൻ കിങ് ക്രോസ് സ്റ്റേഷനിലാണ്. സോ നമ്മൾ കേംബ്രിഡ്ജിലേക്ക് ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിനാണുള്ളത്. 48 മിനിറ്റ്സിൽ നമ്മളവിടെ എത്തും. എൻ്റെ സെറിമണി വന്നിട്ട് 3 o'clock-നാണ്. സോ അതിനൊരു 2 hours മുന്നെങ്കിലും റെഡിയായി അവിടെ എത്തണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമ്മൾ രാവിലെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തു. സ്നോഫോളൊക്കെ കണ്ട സന്തോഷത്തിൽ കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. സോ ഇപ്പോൾ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും ജബ്ബു ഒരു ലാറ്റയും മേടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ട്രെയിൻ വരാനുള്ള സമയമായി, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. Service to Ely. The next station is Cambridge. Please keep your bags and personal belongings with you at all times. If you see something that doesn't look right, report it to a member of staff or text the British Transport Police on 61011. അടുത്ത സ്റ്റേഷൻ കേംബ്രിഡ്ജാണ്. See it, say it, എന്തെങ്കിലും sort it. ഇത് ഡയറക്റ്റ് ആണോ? ഇത് ഡയറക്റ്റ്, അതല്ലേ 48 മിനിറ്റ്സ്. ഓക്കെ. സോ ഇനി ഈ ട്രെയിൻ കുതിച്ച് പായുന്ന സീൻസാണ് നടക്കാൻ പോകുന്നത്. ഭയങ്കര ഫാസ്റ്റാണ് ഈ ട്രെയിൻ. അത് ശരിയാണ്, കാരണം നോൺ സ്റ്റോപ്പ് 1.5 hour ട്രാവൽ 45 മിനിറ്റിൽ ഇത് കവർ ചെയ്യണമെങ്കിൽ അത്ര സ്പീഡ് ആയിരിക്കും. സ്പീഡ് കൂട്ടും. പിന്നെ അതേപോലെ ഈ ഒരു ട്രെയിനിൽ എനിക്ക് കേംബ്രിഡ്ജിൽ പോകുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവരുടെ സീറ്റിങ് ഭയങ്കര, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. കുതിച്ച് പായുകയാണ്. ഞാൻ കറക്റ്റ് സമയത്തൊക്കെ എത്തുമായിരിക്കും അല്ലേടാ? എത്തും. എന്നെ സംബന്ധിച്ച് ഞാൻ ടൈം മാനേജ്മെൻറ്റ് പക്കയല്ല, പക്ഷേ എനിക്ക് കേംബ്രിഡ്ജ് സ്നോഫോൾ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് അവിടെയാണ് താമസിക്കുന്നത്. സോ അവളും പറഞ്ഞു അത് വേറൊരു കാര്യം, നമ്മൾ അതിനും കൂടെ പ്ലാൻ ചെയ്തല്ലേ പോകണത്. സ്നോഫോളാ ഗായത്രി പ്രഗ്നൻ്റ് അല്ലായിരുന്നു, നമ്മൾ അത് മറന്നു. കുറച്ച് വിശേഷങ്ങൾ പറയാം. എന്തായാലും 1 മണിക്കൂറുണ്ടല്ലോ, കത്തി വെക്കാം. സോ എൻ്റെ ഫ്രണ്ട്, ഞാൻ ഗായത്രിയെ പരിചയപ്പെട്ടത് നമ്മൾ UK-ലോട്ടൊക്കെ വരാൻ നേരത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയോ ഞാൻ അതിൽ ആഡായി. എവിടെ നോക്കിയ നമ്പറൊക്കെ തപ്പും. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഈ ഗ്യാസ് എപ്പോൾ കിട്ടും, ഈ ഗ്യാസ് എന്താണ് വരണ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അറിഞ്ഞൂടാ. ഞാനും അങ്ങനെയാണ്, ഞാൻ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഗ്രഹിച്ചുള്ള എല്ലായിടത്തും ഞാൻ കമ്പനി. അപ്പോൾ നമ്മൾ കുറേ മലയാളി ഗ്രൂപ്പിലൊക്കെ ആഡായി, യൂണിവേഴ്സിറ്റിയുടെ ആഡായി. അങ്ങനെ എനിക്ക് എൻ്റെ AR യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഗായത്രി. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഗ്യാസ് കിട്ടിയോ ഇല്ല, നിനക്ക് ഗ്യാസ് കിട്ടിയോ ഇല്ല, അങ്ങനെ ഗ്യാസ് കിട്ടിയോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ കമ്പനിയായാണ് ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു ആ സമയത്ത് നേരിട്ട്. എന്ന് വെച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട ഒരു അൺനോൺ പേഴ്സൺ ആയിരുന്നു. പക്ഷേ ആ ഒരു കമ്പനി ഇപ്പോഴും നമ്മൾ തമ്മിലുണ്ട്. ഇവിടെ വന്നിട്ടും ആ ഒരു ബോണ്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കണക്റ്റായി അവളായിട്ട്. സോ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ ഓൾറെഡി മാരീഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രഗ്നൻ്റ് ആയി, കുട്ടിയായി. ഞാൻ ഇതുവരെ കുട്ടീനെ കാണാനും കൂടി വേണ്ടി, കാരണം ഞാൻ നാട്ടിൽ പോയ സമയത്ത് സെപ്റ്റംബർ ടൈമിലായിരുന്നു കുഞ്ഞ് ജനിച്ചത്. സോ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒക്ടോബർ നവംബർ ഞാൻ ഗ്രാജുവേഷൻ പോകുമ്പോഴത്തേനും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പോകുന്നത്, കുഞ്ഞിനെ കാണാൻ. എല്ലാം ഉണ്ട് നമ്മളെ ഗ്രാജുവേഷൻ, അവളെ കാണാൻ, പിന്നെ നമുക്ക് ഞാൻ കേംബ്രിഡ്ജ് ഇതുവരെ ഫുള്ള് സൈറ്റ് സീ. ഞാൻ അത് ആപ്പിൾ മരമൊക്കെ അവിടെ ഉണ്ട്. സോ അതൊക്കെ കാണുന്നുണ്ട്. അത് ആപ്പിൾ തല വീണത്, അത് ന്യൂട്ടന്റെ തല വീണു, അതിന്റെ തല വീണിട്ട് കാര്യമില്ല. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മീ. ഓക്കെ, അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പീസ് ജേണിയാണ്. പക്ഷേ ഇനി അവിടെ ചെന്നിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നത്, നമ്മൾ എൻ്റെ ബൈസിസ്റ്റർ വില്ലേജിൽ നമ്മൾ ട്രെയിനിൽ പോയാലത്തൊരു അത്രയ്ക്ക് വലിയ ഒരു ഇതില്ല, അല്ലേ? നല്ല പീസ്ഫുൾ ആണ്. നോർമലി ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ചെവി എടുക്കുന്നത് മറ്റേ അണ്ടർഗ്രൗണ്ട് കയറി
പക്ഷേ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഇനി ഞാൻ രണ്ടാമത്തെ തവണയല്ലേ വരുന്നത്? നീ കുറേ പ്രാവശ്യമായല്ല കോളേജിൽ ഞാൻ പോകുന്നത്? മാസത്തിൽ 2 പ്രാവശ്യം പോകുമായിരുന്നു. എല്ലാ മാസം 2 വട്ടം ഞാൻ പോകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ നല്ല എക്സ്പെൻസീവ് നല്ല ആണ്. എക്സ്പെൻസ് ആണ്. റെയിൽ കാർഡ് ഒരു ദിവസം തന്നെ നല്ല എടുത്തില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ 60 to 55 അല്ല 55 to 60 ആ ഒരു റേഞ്ച്. ഒരു റെയിൽ കാർഡ് ഉണ്ടെങ്കിൽ ഒരു 30-ക്കകത്ത് ടിക്കറ്റ് കിട്ടും. നമുക്കിപ്പോൾ കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ടുഗെദർ 42, കാരണം നമ്മൾ റിട്ടേൺ നാളെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 42 ആയി പെർ പേഴ്സൺ. കാരണം നമ്മൾ ഇന്ന് തന്നെ വരാത്തത് കൊണ്ട് റേറ്റ് കൂടും. നമ്മൾ പിന്നെ ഇപ്പം ഇന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ മതി, അല്ലേ? ഈ മാസത്തിൽ അല്ല, ഡിസംബർ വരെ വാലിഡിറ്റി. ഡിസംബർ വരെ വാലിഡിറ്റി. അതുകൊണ്ടാണ് ടിക്കറ്റിന് ഇത്തിരി റേറ്റ് കൂടുതൽ. ഇന്ന് തന്നെ പോയി ഇന്ന് തന്നെ വരണമെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറയും. ഒരു 30s നിൽക്കും. ഒരു ട്രെയിന് പോകുന്നു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. സോ അതൊക്കെയാണ് ഇന്ന് നടന്ന കലാപരിപാടി. ഇന്ന് ഇവിടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ഡേ ആണ്. ഒന്ന്, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രെനിച്ചിൽ ലെക്ചറായിട്ട് ജോബ് കിട്ടി. അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതാണ്, അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഒരു ചെറിയ ഏജിൽ, നിങ്ങൾക്ക് 23 അല്ലേ ആയുള്ളൂ, 23 ഏജിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രെനിച്ചിൽ എന്തോന്ന് ലെക്ചറിങ് പ്ലസ് മൊഡ്യൂൾ ലീഡർ, അത് കയറിയപ്പോൾ തന്നെ ആയി. അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതും ഗ്രാജുവേറ്റ് ആവാതെ. അവൻ എങ്ങനെയാണ് അതിൻ്റെ എടുത്തത്? ഒരു റെഫറൻസ് പോലും ഇല്ലാതെയാണ് നമ്മൾ കയറിയത്. ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത്. അല്ല, നമ്മൾ ഈ ഷോ കാണിക്കണമെന്നില്ല, പക്ഷെ ഇത് നമ്മൾ ഭയങ്കര, നമുക്ക് തന്നെ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തന്നെ പല തോട്ട്സ്. ഞാൻ ഇവൻ്റെ അടുത്ത് തന്നെ എടാ അത് ചുമ്മായിരിക്കും, ഇതുപോലെ സ്കാമോ ഫേക്കോ എങ്ങാനുമായിരിക്കും, ഞാൻ ഇത് ചുമ്മാ ആൾക്കാർ. കാരണം നമുക്ക് വേറെ ആരും അവിടെ അകത്ത് പരിചയമില്ലായിരുന്നു, ഒരു റെഫറൻസും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡ്രീമും കൂടെ ആയിരുന്നു ഇതിൽ കയറാൻ, അല്ലേ? നമ്മൾ പഠിക്കാൻ വരുന്ന സ്ഥലത്തിൽ എനിക്ക് ജോലി. സോ ഞാൻ അതിൽ ഭയങ്കര പ്രൗഡോടെ ഭയങ്കര ഗ്രേറ്റ്. ഒന്ന് ആലോചിക്കണം, 23 ആയുള്ളൂ ഇവർക്ക് ഏജ്. ഇവിടെ പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം 22, 23 ആണ്. ഞാൻ ആരാ? സോ ഇന്ന് ഞാൻ അങ്ങനെ ഗ്രാജുവേറ്റ് ആകാൻ പോവുകയാണ്. സോ എനിക്കിപ്പോൾ ഈ ട്രെയിൻ ജേർണി പോകുമ്പോഴത്തേക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. കാരണം വന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്ട്രഗിളും ഇതൊക്കെ. കാരണം ഞാൻ വല്ലപ്പോഴൊക്കെ പോകുമായിരുന്നുള്ളൂ. കാരണം മെയിൻ റീസൺ ഈ ട്രെയിൻ ടിക്കറ്റിൻ്റെ റേറ്റ് ഉള്ളും. പിന്നെ നമ്മൾ എനിക്ക് ഒറ്റ ആളുടെ ജോബ് വെച്ചാണ് നമ്മൾ ഫുള്ളും പോയിക്കൊണ്ടിരുന്നത്. സോ ഭയങ്കര എനിക്ക് ജോബ് ഇല്ലായിരുന്നു ഒരു 6 to 8 months. സോ എല്ലാം ഭയങ്കര ഒരു കൺഫ്യൂസിങ് സ്റ്റേജാണ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കും, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന പോലെ എനിക്ക് ആ ഒരു ഫീല് ഭയങ്കരമായിട്ട്. അല്ല, അത് ഭയങ്കര ഒരു, എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഫുൾ ഫേസ് കാണുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്വന്തമായിട്ടൊരു അഭിമാനം തോന്നിയാണ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഞാൻ എന്തൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്. അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം എൻ്റെ ഫാമിലിയാണ്. കാരണം നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും ഭയങ്കരമായിരിക്കും ആ ഒരു നമ്മുടെ സിനിമയിലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനമ്മേനെയും ഗ്രാജുവേഷന് കൊണ്ടുവരാൻ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവേഷന് കൊണ്ടുവരാൻ ഇപ്പം അതിനുള്ള ഒരു സാഹചര്യമില്ല. പിന്നെ അതിനുവേണ്ടി വന്ന 1 month അത്രയോ ടൈം എന്തോളം 10 days 15 days കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അപ്പം അത് വെർത്തല്ല. കാരണം എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് അവരെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ ഞാൻ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഗ്രാജുവേഷനൊക്കെ അവരെ കാണിച്ചു കൊടുക്കാനോ. അതും കൂടെയാണ്. നമ്മളെ വീട്ടുകാർ നമ്മളിപ്പം വീഡിയോ കോളിൽ കാണുമ്പോൾ ഒരു ചെറിയൊരു മൊമെൻ്റിൽ കാണും. പക്ഷെ നമ്മളെ ഫുള്ള് ലൈഫ് അച്ചീവ്മെൻറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആവണ ഓരോരോ മൊമെൻറ്റ്സും അവർ കാണുകയാണ്. അപ്പം അത് അവർ കണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കഴിച്ചില്ല, പക്ഷേ ഇന്നത്തെ വിശപ്പുമില്ല. ഒരു സ്മൂത്തി കുടിച്ചല്ലേ നമ്മൾ രാവിലെ? സ്മൂത്തി കുടിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ അതായത് ഹോട്ട് ചോക്ലേറ്റ്. ഞാൻ വിചാരിച്ചു നീ ഇവൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്. കാരണം ഞാൻ സാരിയാണ് കൊടുക്കണം. സോ ആ ഒരു ഇത് വേണ്ടേ? ഒന്നാമത്തെ കാര്യം ടൈം വേണമല്ലോ നിനക്ക് ഡ്രസ്സിങ് ചെയ്യാൻ. പിന്നെ എനിക്ക് ഫുഡും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ മൂഡ് ഫുൾ. ഇവിടെ വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് കഴിച്ചു തീർക്കൂല ഇവിടെ. ഇവിടെ അത് എന്തെങ്കിലും മലയാളം കോമഡി സിനിമ ആണോ, അതും പുതിയതല്ല പഴയത്, വെട്ടം, CID മൂസ, എനിക്ക് അങ്ങനത്തെ സിനിമകൾ കണ്ട് മാത്രമേ ഞാൻ ഫുഡ് കഴിക്കൂ. ഇതിപ്പോ തന്നെ കുറെ സമയം നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണിക്കാണ്ട്. ശരി, ഇപ്പം തന്നെ ഒരു 7 minute. സോ ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാൻ. സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വിഷ്വൽസിലൊക്കെ വോയിസ് ഓവർ ചെയ്തിടാം. സോ അപ്പോൾ അത്രയാണ്. എന്നെ എല്ലാവരും വിഷ് ചെയ്യും. വിഷ്മില്ല, ഞാൻ പോയി ഗ്രാജുവേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നതാണ്. സോ ഓക്കെ, ബൈ. കേംബ്രിഡ്ജ് എത്താറായി. ഇനിയൊരു 10 minutes കൂടിയേ ഉള്ളൂ. ഇതിൽ നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെത്തും. ഒരു 48 minutesനുള്ളിൽ എത്തും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാനപ്പോൾ ഇങ്ങനെ വെതർ നോക്കിയിരിക്കുകയാണ്. കാരണം
ഇവിടെ ഇപ്പോൾ ഒരു 4 o'clock ആകുമ്പോഴത്തേനും സൺസെറ്റ് ആവും, അതായത് ഫുൾ ഇരുട്ടാവും. നമ്മുടെ നാട്ടിലേക്ക് ഒരു 8 മണി ഫീലായിരിക്കും അപ്പോൾ ഉണ്ടാവുക. സോ എനിക്കിനി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലേ അങ്ങനെയൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വെതർ നോക്കി ഇരിക്കുകയാണ്, എങ്ങാനും സൂര്യൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം 3 മണിക്ക് സെറമണി സ്റ്റാർട്ട് ചെയ്ത് അത് തീരുമ്പം തന്നെ 4:30 ആവും, അപ്പോൾ തന്നെ ഫുൾ ഇരുട്ടാവും. സോ അങ്ങനെ ഞാനിങ്ങനെ വെതറൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേംബ്രിഡ്ജ് എത്തി. നമ്മൾ കേംബ്രിഡ്ജിൽ 1 day സ്റ്റേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ റിട്ടേൺ ആവുന്നുള്ളൂ. ഗൈസ് ഭയങ്കര മഴ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടിച്ചു പൊളിക്കാം. സോ ഇതാണ് കേംബ്രിഡ്ജ് സ്റ്റേഷൻ. നമ്മളിനി ക്യാബ് ബുക്ക് ചെയ്ത് ഹോട്ടലിലോട്ട് പോവുകയാണ്, പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കേംബ്രിഡ്ജ് എത്തി. സ്റ്റേഷൻ്റെ ഫ്രണ്ട് നിൽക്കണം. ഭയങ്കര തണുപ്പ്, ഒടുക്കത്തെ തണുപ്പ്. എനിക്ക് ഈ ക്ലൈമറ്റ് ഇഷ്ടമില്ല. ലണ്ടനിലെക്കാളും തണുപ്പ് കുറച്ചും കൂടെ കൂടുതൽ ഇവിടെയാണ്. തണുപ്പ് നല്ല കൂടുതൽ. നമ്മളിപ്പം ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് സൈഡിലോട്ട് ഇങ്ങോട്ടാ. സോ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഒരു 2 minutes ഇപ്പം 2 minutes വരും. കാരണം നമ്മൾ വെളിയിൽ നിൽക്കുന്നോണ്ട് നമുക്ക് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട് പോലും നല്ല തണുപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മള് ക്യാബിലൊക്കെ കയറി ഇനി അവിടെയൊക്കെ എത്തിയിട്ട് കാണെങ്കിൽ ഇനി എത്ര ഒന്നിനും സമയമില്ല ഗൈസ്, നമ്മൾ ഭയങ്കര തിരക്കായിപ്പോയി. നമ്മള് ഇനി ധൃതിയിലാണ്. സോ നമ്മൾ അവിടെയൊക്കെ എത്തിയിട്ട് എല്ലാ വിഷ്വൽസ് എടുക്കും. ജബ്ബു ആണ് ഇന്നത്തെ എൻ്റെ ഫോട്ടോഗ്രാഫർ, എല്ലാ ഷോർട്സും എടുക്കണേടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാബ് എത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇവിടെ നിന്ന് ഒരു 12 minute ഡിസ്റ്റൻസ് ഉണ്ട് ക്യാബിൽ പോകാനായിട്ട്. ഓൾറെഡി നമ്മൾ ലേറ്റായി, കാരണം 12 o'clock ആയി നമ്മൾ കേംബ്രിഡ്ജ് എത്തിയപ്പോഴത്തേനും. എൻ്റെ സെറമണി 3 o'clock സ്റ്റാർട്ട് ആവും. അപ്പോൾ ഓൾറെഡി യൂണിയിൽ നിന്ന് തന്നിട്ടുള്ള ഐറ്റിനറിയിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2.5 hour മുന്നെയെങ്കിലും അവിടെ എത്തണമെന്ന്. അപ്പോൾ ഇനി എനിക്ക് ഹോട്ടലിൽ ചെന്നിട്ട് വേണം റെഡി ആവാൻ, അവിടെ നിന്ന് റെഡി ആയിട്ട് വേണം ഇത് ഫംഗ്ഷൻ നടക്കുന്ന കത്തീഡ്രലിലേക്ക് പോകാൻ. അപ്പോൾ എല്ലാം കൂടെ ഒരു മെസ്സപ്പായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പോകുന്ന വഴി നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത ആ ഒരു ടൈമിങ്ങിനൊന്നും അല്ല നമ്മൾ ഹോട്ടലിലെത്തി. കാരണം ഞാൻ വിചാരിച്ചു 12 o'clock ഹോട്ടലിലെത്തി, അവിടെ നിന്ന് ഒരു 1 hour എടുത്ത് റെഡിയായി ഒരു 1 o'clock അല്ലെങ്കിൽ ഒരു 1:30 സെറിമണി നടക്കുന്ന കത്തീഡ്രലിൽ എത്തണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ട്രാഫിക് ബ്ലോക്കൊക്കെ ആയത് കാരണം അതൊന്നും നടന്നില്ല. അപ്പം നമ്മൾ ഹോട്ടലെത്തി. ഹോട്ടലൊന്നും ഫുള്ളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഭയങ്കര ധൃതി പിടിച്ച് പോവുകയാണ്. ഞാൻ സാരിയാണ് വെയർ ചെയ്തത്, അപ്പം എനിക്ക് ഹെൽപ്പില്ലാതെ സാരി ഉടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇതാണ്. ഞങ്ങളൊരു 1 night സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിറ്റേ ദിവസം ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട്. ഇതൊരു ഡബിൾ ബെഡ് റൂമാണ്. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അതൊന്നും സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ചെക്ക് ഇൻ ചെയ്ത ദിവസം, കാരണം പോകുന്ന ധൃതിയായി. പക്ഷേ എന്നാലും ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. സോ ഇനി ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. ജബ്ബു ദാ റെഡിയായി. ആസ് യൂഷ്വൽ അവൻ തന്നെയാണ് ഫസ്റ്റ് ഇപ്രാവശ്യം റെഡിയായത്. ഞാൻ ദാ റെഡിയായി. ഞാനൊരു നിയോൺ ഗ്രീൻ ഷെയ്ഡ് ഷിഫോൺ ടൈപ്പ് സാരിയാണ് വെയർ ചെയ്തത്. എനിക്ക് കളർ ഇപ്പോൾ ഭയങ്കര ഫേവറേറ്റാണ്. ബ്ലാക്ക് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് കളർ ഇതായിട്ട് മാറിയിരിക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ആ ഒരു ലുക്ക് തന്നെ എനിക്ക് അവസാനം കിട്ടി. സോ നമ്മളിതാ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ 2 o'clock ആയി. 3 o'clock സെറിമണി സ്റ്റാർട്ട് ചെയ്യും. 1 o'clock അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ എന്തായാലും നമുക്കിനി നോക്കാം. ഹലോ, ഞാൻ റെഡി ആയിട്ട് കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്? സാരി എറ്റാറാണെന്ന് നമ്മൾ ഗ്രാജുവേഷൻ എടുത്തു, അതുകൊണ്ട് നല്ല ടൈം എടുത്ത്. ഇപ്പൊ തന്നെ 2 മണിക്കൂർ മുമ്പ് അവർ എത്തണമെന്നായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. അതുപോലെ പക്ഷെ കുഴപ്പമില്ല, കാരണം 3 മണിക്കാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ പിന്നെ 2-3 മണിക്കൂർ മുമ്പ് എപ്പോഴും എല്ലായിടത്തും നേരത്തെ പോകും. അങ്ങനെ ശീലിച്ചു പോയോണ്ടുള്ള എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എൻ്റെ നെയിൽസ് നമ്മളെ കാറ് വന്നെന്ന് തോന്നുന്നു. അതാണ് നമ്മളാറ് ആണെന്ന് തോന്നുന്നു. യെസ് യെസ്, നമ്മളിപ്പോൾ ക്യാബ് വന്നപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ടാണ്. ക്യാബ് കയറി മെയിൻ റോഡ് എത്തിയപ്പോഴത്തേനുണ്ട് അടുത്ത ട്രാഫിക് ബ്ലോക്ക്. ഞാൻ വീണ്ടും പെട്ട് ഗൈസ്, കാരണം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് അവിടെ സെറിമണി നടക്കുന്ന കത്തീഡ്രലിൽ നിൽക്കേണ്ട ഞാനാണ് ഇപ്പം ക്യാബ് ഇരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടിയേ ഉള്ളൂ. ഇനി അവിടെ പോയിട്ട് വേണം ഗൗണ് കളക്ട് ചെയ്യാനും പിന്നെ ജബ്ബുവിൻ്റെ ടിക്കറ്റും എൻ്റെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യാൻ. സോ പോകുന്ന വഴി ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ആ വഴിയാണ് പോയത്, കാരണം യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തല്ല, കുറച്ച് പോകാനുണ്ട് ഈ ഒരു സെറിമണി നടക്കുന്ന സ്ഥലത്തേക്ക്. സോ ഞാൻ ഇതുവരെ ARU എൻ്റെ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ അപ്പോൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു വ്ളോഗ്. സോ കാണാത്തവർക്കായിട്ട് ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി, ആംഗ്ലിയ റസ്കിൻ കേംബ്രിഡ്ജ്. സോ ലാസ്റ്റ് ടൈം ഞാൻ അതുവഴി ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു.
പ്ലസ് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിപ്പോയി ഗൗണൊക്കെ കളക്ട് ചെയ്തു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാനൊരു വാഷ്റൂമിൽ പോയിട്ട് ഞാൻ മിറർ സെൽഫിയൊക്കെ എടുത്തു. കാരണം എൻ്റെ സാരിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് ആ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര പ്രൗഡ് ഫീലിങ്ങും തോന്നി. സോ ഞാൻ സെറിമണി നടക്കുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ്. ജബ്ബു ഗസ്റ്റ് ഏരിയയിലോട്ട് പോയി. ഞാൻ സ്റ്റുഡൻസ് എല്ലാവരും ഇരിക്കുന്ന ഞാനായിരുന്നു ലാസ്റ്റ് വന്ന് അവിടെ ഇരിക്കാനായിട്ട്. അതിനുശേഷം അവർ ഗേറ്റ്സൊക്കെ ക്ലോസ് ചെയ്തു. സോ സെറിമണി സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഗ്രാജുവേഷനിലേക്ക് കടക്കാം. Aparna Sunanda Sri Kumar. ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പുറത്തേക്ക് വരികയാണ്. ഇതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട ആ ഒരു തിരക്കിലായിപ്പോയി ഞാനും ജബ്ബും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഗ്രാജുവേഷൻ വീഡിയോ. കുറച്ചൊന്ന് ലേറ്റ് ആയെങ്കിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഡേ. ഹാപ്പി ആൻഡ് പ്രൗഡാണ്. സോ ഈ ഒരു ഹാറ്റ് ഡ്രോയിങ്ങിലോടുകൂടി ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.